ഉണ്ടോ? വിശ്വസിച്ചാലേ രക്ഷ പ്രാപിക്കും. രക്ഷ അതിലൂടെ വരുന്നത് ലോകത്തിന്റെ രക്ഷ, ദൈവത്തിൽ നിന്നുള്ള രക്ഷ നമുക്കറിഞ്ഞുകൂടാ അതിന്റെ വില. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 4:12 പറയുന്നുണ്ട്, ആകാശത്തിന്റെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ നാമം യേശുവിന്റെ നാമമാണ്, രക്ഷയുടെ നാമം. ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കണം. ഈ രക്ഷ നമുക്കും സ്വന്തമാക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ ജീവിതത്തിലാകാവുള്ളൂ. കുറെ സമ്പത്തുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യർ പറയും ഞാൻ കുറച്ച് പൈസ പണം ഉണ്ടാക്കട്ടെ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, സാമ്പന്നനെ എന്ത് ചെയ്തു? സാമ്പന്നരെ വെറുകയോടെ പറഞ്ഞയച്ചു എന്നാണ് ബദായുടെ സ്വസ്ത്രഗീതത്തിൽ പറയുന്നത്. വീണ്ടും മത്തായി 19 പറയുന്നുണ്ട്, 19 സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ കിടക്കുകയെന്നാ പറയുന്നത്. സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ കിടക്കണേ, ഒട്ടകം സൂചിക്കയോടെ പോകുന്ന ബുദ്ധിമുട്ടുണ്ടെന്നാ പറയുന്നത്. വീണ്ടും അതേ വചനം തന്നെ പറയുന്നു, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ദുഷ്കരമെന്ന്. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? അന്യായമായിട്ടുള്ള സ്വത്ത് സമ്പാദിക്കുന്നതിന്, ന്യായമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നതിന് ദൈവം ഒന്നും പറയുന്നില്ല. അന്യായമായിട്ട് അബ്കാരി മദ്യം വിറ്റ്, കരായി വിറ്റ്, അല്ലെങ്കിൽ ഗാന്ധി വിറ്റ് ഉണ്ടാക്കുന്ന പണം, സിനിമാ ലോകത്തിലൂടെ പോകുന്നത്, മറ്റുള്ളവന്റെ പിടിച്ചു പറിച്ചുണ്ടാക്കുന്നു, ഏതെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് പിന്നെ അത് ജപ്തി ചെയ്ത് അവന്റെ സ്ഥലവും കൈക്കലാക്കുന്നത്, ഇങ്ങനെയുള്ള പണത്തെക്കുറിച്ചാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളത്.